ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മുടെ അതിർത്തിയിലുള്ള രണ്ട് രാജ്യങ്ങൾ കത്തുകയാണ്. ഒന്ന് സ്വാഭാവികമായിട്ട് പാകിസ്ഥാനാണ്. അത് പിന്നെ എപ്പോഴും കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ അതിൽ ആരെങ്കിലും പെട്രോൾ കോരി ഒഴിച്ചാൽ എന്തായിരിക്കും? അപ്പൊ ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ജൻസി പ്രൊട്ടസ്റ്റ് കണ്ടുകൊണ്ട് യവന്മാരും ഒരു കോക്രോച്ച് ജനതാ പാർട്ടി അവിടെ രൂപീകരിച്ച് തെരുവിലിറങ്ങാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പൊ അവിടുത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഇവിടെ തെരുവിലിറങ്ങാൻ ഇഷ്ടം പോലെ അവർക്ക് സബ്ജക്ട്സ് ഉണ്ട്. അത് നമ്മളായിട്ട് പുതിയ സബ്ജക്ട്സ് ഒന്നും കൊടുക്കണ്ട. ഇന്ത്യയിൽ അവർ തെരുവിലിറങ്ങാനായിട്ട് അവർക്ക് ഒരു സബ്ജക്ട് വേണമായിരുന്നു, ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവർ സബ്ജക്ട് കണ്ടെത്തി തെരുവിലിറങ്ങി. ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല. ഇവിടെ സബ്ജക്റ്റുകളുടെ പൂരമാണ്. മുക്കിന് സബ്ജക്ട് ഉണ്ട്. അതുകൊണ്ട് ഇത് അവർ പുറത്ത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വലിയ ബുദ്ധിമുട്ടാവും. കാരണം ഇപ്പൊ തന്നെ ഓൾറെഡി ബുദ്ധിമുട്ടുകളുടെ മുകളിലാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. ഖൈബർ പഖ്തൂൺഖയിലായിരുന്നാലും ബലൂചിസ്ഥാനിലായിരുന്നാലും സിന്ധ് പ്രവിശ്യയിലായിരുന്നാലും POK എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത, അവർ 1 മണിക്കൂറിൽ 17 ആൾക്കാരെയാണ് വെടിവെച്ച് കൊന്നത്. POK അസീം മുനീറിന്റെ ടീമിലുള്ള ആൾക്കാർ. അസീം മുനീറിനെതിരെ പാകിസ്ഥാനിനകത്ത് വേറൊരുത്തൻ പാർട്ടി ഉണ്ടാക്കി അസീം മുനീറിനെ തട്ടാനായിട്ട് പദ്ധതി ഇടുമ്പോൾ അസീം മുനീർ അവനെ തട്ടാനായിട്ട് ലഷ്കർ-ഇ-തൊയ്ബ ഭീകരവാദികളുടെ സഹായം തേടുന്ന സാഹചര്യമാണുള്ളത്. ഇതിന്റെ ഇടയിൽ അകത്ത് കിടക്കുന്ന ഇമ്രാൻഖാന്റെ സഹോദരി ഇമ്രാൻഖാൻ, ഇവന്മാരെ കൊണ്ടുള്ള ശല്യം വേറെ. ഇതിന്റെ ഇടയിൽ ഷഹബാസ് ഷരീഫ് എങ്ങനെയെങ്കിലും പിച്ചച്ചട്ടിയായിട്ട് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ തെണ്ടിക്കൊണ്ട് നടക്കുകയാണ്. അപ്പൊ അപ്പോഴാണ് കാനഡയുടെ പ്രധാനമന്ത്രി വന്ന് അവർക്ക് ഞാൻ നിങ്ങൾക്ക് ലോൺ തരാമെന്ന് പറഞ്ഞ് കുറച്ച് പൈസ എന്തോ അവർക്ക് ഭിക്ഷയായിട്ട് ഇട്ട് കൊടുത്തിട്ട് പോയത്. അപ്പൊ അതിനിടയിലാണ് ഇപ്പൊ ഈ POKയുടെ ഈ സമരവും പിന്നെ ഇപ്പൊ കോക്രോച്ചിന്റെ സമരവും വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അവിടെയുള്ള വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ നേപ്പാളാണ്. ഇപ്പൊ നേപ്പാളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ജൻസി പ്രൊട്ടസ്റ്റ് ഹിന്ദുക്കൾക്ക് നേരെ തിരിയുന്നു എന്നുള്ളത്. അതൊരു വർഗീയ കലാപമായി കേട്ടോ. അത് വളരെ ഈസി ആയിട്ട് സുന്ദരമായിട്ട് പുഷ്പിച്ച ഒരു വർഗീയ കലാപമായി മാറി. ഇപ്പൊ നേപ്പാളില് കലാപങ്ങളിൽ 3 മരണമായി. പോരാത്തതിന് നേപ്പാളിൽ 4 ജില്ലകളിൽ ഇത് വ്യാപിച്ചു. അതായത് തടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് വ്യാപിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസാനം ബാലൻ ഷാ ഇറങ്ങേണ്ടി വന്നു. നേപ്പാളിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബാലൻ ഷാ ഇറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 സമുദായങ്ങൾ അവിടെ ഏറ്റുമുട്ടുന്നുണ്ട്. ഇതിൽ മരണം 3 ആയി. അൻസാരി, സൻസാരി, ധനുഷ, സിറാഹ എന്നീ ജില്ലകളിലും വർഗീയ കലാപം ആളിപ്പടരുകയാണ്. കർഫ്യൂ ഉണ്ട്, നിരോധനാജ്ഞയുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയാതെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബാലൻ ഷാ അവിടെ വേർത്തുകൊണ്ടിരിക്കുകയാണ്. 2026 ജൻസി കലാപത്തിന് ശേഷം ബാലൻ ഷാ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റു. 2025 സെപ്റ്റംബറിൽ ആരംഭിച്ച ജൻസി കലാപത്തിന് ശേഷം നേപ്പാളിലെ KP ശർമ്മ ഒലിയെ സ്ഥാനഭ്രഷ്ടനാക്കിയ ആളാണെന്ന് ആ സ്റ്റോറിയൊക്കെ നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വീണ്ടും അവിടെ ഒരു വർഗീയ കലാപം പല ജില്ലകളിലായിട്ട് വ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ചർച്ചകളിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യം അതിർത്തി സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിലെ ജില്ലകളെല്ലാം തന്നെ നമ്മൾ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 2 നമ്മുടെ രാജ്യങ്ങളിൽ വീണ്ടും നമ്മുടെ രാജ്യത്തിൽ നടന്നതുപോലെ അല്ലെങ്കിൽ ജൻസി കലാപം നമ്മുടെ ഇവിടെ നടന്നതുപോലെ പാകിസ്ഥാനിൽ വരുന്നു. നേപ്പാളിൽ ഒരേ സമയത്ത് മറ്റൊരു വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ ഒരു 2 സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ അത് നമ്മളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചേതോവികാരത്തിന്റെ പുറത്താണോ അവിടെ വരുന്നത്? അത് ടെറൈൻ അങ്ങനെ ആയതുകൊണ്ടാണോ അവിടെ അത് സംഭവിക്കുന്നത്? അല്ല, ഇന്ത്യ പോലുള്ളത് ഒരു മന്ത്രിയെ രാജിവെപ്പിക്കാം. അതിന് ഞാൻ കൃത്യമായിട്ട് തന്നെ നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ കുറച്ചുകൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി നഖ്വി ഒരു മുന്നറിയിപ്പ് അസീം മുനീറിന് നൽകിയിട്ടുണ്ട്. അസീം മുനീറിനോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പാകിസ്ഥാനിൽ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്, പണപ്പെരുപ്പം രൂക്ഷമാണ്, പിന്നെ പട്ടിണി, പിടിച്ചുപറി, അങ്ങനെ എല്ലാ ക്രമസമാധാന നില തകർന്നു നിൽക്കുകയാണ്. ഇവിടെ അവിടുത്തെ പോലെ ഇന്ത്യ എന്നൊരു പേര് അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. ഇവിടെ അവിടുത്തെ പോലെ ഒരു യുവജനങ്ങൾ തെരുവിലിറങ്ങിയ ഒരു കലാപം നടന്നാൽ സ്വാഭാവികമായി തന്നെ ഭരണകൂടം നിലം പൊത്തുക തന്നെ ചെയ്യും. അതിന് അപ്പുറത്തേക്ക് വേറെ ചെന്ന് അവിടെ അവർക്ക് സമരം ചെയ്തിട്ട് ഒരു മന്ത്രിയെ രാജിവെപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവിടെ അത്ര പോലും വേണ്ടി വരില്ല. കാരണം ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺ മേഖലയിലും വേറെ പ്രശ്നങ്ങൾ. ഇതെല്ലാം കൊണ്ട് ഇവിടെ നിലം പതിക്കുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധനുഷ് പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. ഇവിടെ ഒരു വിഷയം അവർക്ക് വേണ്ടി വന്നു സമരം ചെയ്യാൻ. അവിടെ വിഷയത്തിന് പഞ്ഞമൊന്നുമില്ല, ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇപ്പോൾ നേപ്പാളിലും പാകിസ്ഥാനിലും തുടങ്ങിയെന്ന് വെച്ചാൽ, ഇന്ത്യ ഒരു പ്രചോദനമായി. ഇന്ത്യയിൽ ഇത് ചെയ്തിട്ട് പിന്നെ ഒരു മന്ത്രിയെ രാജിവെപ്പിക്കാൻ പറ്റും. അപ്പൊ ഇന്ത്യ പോലൊരു സ്ട്രോങ് ആയിട്ടൊരു രാജ്യത്ത് ഇത് സംഭവിച്ചെങ്കിൽ ഇവിടെ ഈസി ആയിട്ട് നടക്കുമെന്ന് അവിടുത്തെ പാകിസ്ഥാൻ കോക്രോച്ച് പാർട്ടിയുടെ ആളുകൾ കരുതുന്നു. അവരിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇത് തുടങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നേപ്പാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. ഈ കോക്രോച്ച് പാർട്ടിക്ക് ഭരണം മാറ്റണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഏത് രീതിയിലായിരിക്കും ഭരണം മാറ്റാൻ കഴിയുക? ജനാധിപത്യത്തിലൂടെയാണ് മാറ്റാൻ കഴിയുക, വോട്ടെടുപ്പിലൂടെയാണ് മാറ്റാൻ കഴിയുക. വോട്ട് ചെയ്താൽ മാത്രമേ മാറുകയുള്ളൂ, നടക്കത്തുള്ളൂ. പക്ഷെ നേപ്പാളിൽ ഇതിനു മുമ്പ് ഒരു ജൻസി കലാപം ഉണ്ടായി.
അതിന്റെ ഫലമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന പ്രധാനമന്ത്രിയാണ് ഷാ. മാൻ ഷാ അവിടെ വരുന്നത് തന്നെ ഈ ജൻസികളുടെ സമരത്തിലൂടെ ഉയർന്നു വന്നതാണ്, തെരഞ്ഞെടുപ്പ് നടത്തി വന്നതല്ല. അവര് റെക്കമെൻഡ് ചെയ്ത് അവിടെ എത്തുകയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ എന്താണ്, വീണ്ടും അദ്ദേഹത്തിനെതിരെ ഈ ജൻസികൾ ലക്ഷ്യമിടുന്നത് ഒരു അരാഷ്ട്രമാണ്, അരാഷ്ട്രീയവാദമാണ്, അരാജകത്വമാണ്. കാരണം അവർ ഈ കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു രാജ്യവും ക്രമസമാധാന നിലയില്ലാത്ത ഒരു രാജ്യവുമാണ് അവർ. കാരണം അവരുടെ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി വിഹരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇതിന്റെ കൂടെ ക്രിമിനൽസ് കൂടെ ചേരും. കാരണം ക്രിമിനൽസിനും ഇതൊന്നും പറ്റില്ലല്ലോ, പോലീസും കോടതിയും നിയമവും ഒന്നും അവർക്ക് പറ്റില്ല. അപ്പൊ അവരും കൂടി ഇതിന്റെ കൂടെ ചേരും. അങ്ങനെ കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു രാജ്യത്തേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ കലാപത്തിന്റെ ലക്ഷ്യം. അതാണ് നമ്മളിപ്പോ നേപ്പാളിൽ കണ്ടത്. സമാനമായിരുന്നു ബംഗ്ലാദേശിൽ ജൻസി കലാപം ഉണ്ടായിരുന്നു. പക്ഷെ ജൻസി കലാപത്തിന് കുറിച്ചൊരു സംഘടിത രൂപമുണ്ടായിരുന്നു. ജമാഅത്ത് ഇസ്ലാമി ആയിരുന്നു അത് ഓർഗനൈസ് ചെയ്തിരുന്നത്. മുമ്പോട്ട് വന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർ യൂനസിനെ കൊണ്ടുവന്നു. ഈ കലാപത്തിന്റെ ബാക്കി പത്രം എന്തായിരുന്നു? ഷേഖ് ഹസീന ആ രാജ്യം വിടേണ്ടി വന്നു. പിന്നീട് യൂനസ് അവിടെ അധികാരത്തിലേക്ക് വന്നു. തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയല്ല യൂനസ്. ഈ സമരത്തിന്റെ ഫലമായിട്ടുണ്ടായ ഒരു പ്രൊഡക്റ്റ് ആണ് യൂനസ്. അവിടെ എന്താ സംഭവിച്ചത്? ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ യൂനസിനെതിരെ വീണ്ടും സമരം ആരംഭിച്ചു. അവിടുത്തെ തെരുവുകളിലൊക്കെ ധാക്കയടക്കം അവർ കുത്തിയിരിക്കാൻ തുടങ്ങി. അവിടുത്തെ ടാക്സി ഡ്രൈവർമാരും ബസ് ഡ്രൈവർമാരും പണിമുടക്കാൻ തുടങ്ങി. അപ്പം ഈ രീതിയിലേക്ക് അവർ മാറി. കാരണം അവർ ഇഷ്ടം പോലെ ആളുകളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. അതായത് എന്താണ്, രാജ്യം സമരങ്ങളിലൂടെ ഭരണം പിടിച്ചെടുക്കുക, അതിനുശേഷം തങ്ങൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി. ഇന്നിപ്പോ രാഹുൽ ഗാന്ധിയെ കയറ്റി ഇരുത്തി കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ രാഹുൽ പോരാ, ജോൺ ബ്രിട്ടാസ് വരട്ടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അടുത്തത് രാഹുൽ ഗാന്ധിക്കെതിരെ ഈ കലാപം ഉണ്ടാകുകയും ജോൺ ബ്രിട്ടാസ് അധികാരത്തിൽ വരികയും ചെയ്യും. അങ്ങനെ ഒരു കിനാശേരിയാണ് ഈ ടീംസ് സ്വപ്നം കാണുന്നത്. പ്രത്യേകിച്ച് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ആയാലും ഇടതുപക്ഷ ഗ്രൂപ്പ്സ് ആയാലും നവസഭയുടെ ഗ്രൂപ്പ്സ് ആയാലും അർബൻ നക്സൽ വിഭാഗങ്ങളായാലും എല്ലാം ഇത് തന്നെയാണ് അവർ കാണുന്നത്. ഒരു കുത്തഴിഞ്ഞ രാജ്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ സഞ്ചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ഞാൻ ഈ രണ്ട് ഉദാഹരണം പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ നേപ്പാളിന്റെയും ബംഗ്ലാദേശിന്റെ ഉദാഹരണം പറഞ്ഞത് ജൻസി കലാപത്തിന് ജൻസികൾക്ക് വോട്ടെടുപ്പിൽ കൂടെ വിജയിക്കാൻ കഴിയില്ല. വോട്ടെടുപ്പിൽ കൂടെ വിജയിക്കണമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമ്മുടെ ബംഗ്ലാദേശ് ഭരിക്കേണ്ടത് ഈ ജൻസി പാർട്ടികളല്ല. ജൻസികൾ പാർട്ടി രൂപീകരിച്ചായിരുന്നു ബംഗ്ലാദേശിൽ, അറിയാമല്ലോ. ആ പാർട്ടി രൂപീകരിച്ചിട്ട് അവർ ഭരണത്തിൽ വന്നില്ല. മതമൗലികവാദികൾ നിറഞ്ഞു നിൽക്കുന്ന ബംഗ്ലാദേശിൽ പോലും ആ സ്വാധീനമുള്ള സംഘടനയ്ക്ക് പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇന്ത്യ വരാൻ പറ്റില്ല. ഇനി വലിയൊരു ആശയവുമായിട്ട് വന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ഇതേപോലെ ഒരു വലിയ സമരത്തിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അരവിന്ദ് കെജ്രിവാളും പാർട്ടിയൊക്കെ. അവർക്ക് ഇന്ത്യ മുഴുവൻ വ്യാപിക്കാൻ പറ്റിയോ? കേരളത്തിലൊക്കെ അത് തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് ആം ആദ്മിയുടെ നീലകണ്ഠനും ഒക്കെ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരല്ലായിരുന്നു. ഇന്ന് ആരെങ്കിലും ഉണ്ടോ ആം ആദ്മി പാർട്ടിയിൽ? ആ പാർട്ടി ഛിന്നഭിന്നമായിട്ട് പോവുക തന്നെ ചെയ്തു. അപ്പൊ ജനാധിപത്യത്തിലൂടെ മാത്രമേ ഇന്ത്യയിൽ ഒരു ഭരണ മാറ്റം ഉണ്ടാകുകയുള്ളൂ. അപ്പം ഈ ആം ആദ്മി പാർട്ടി വന്നു. ആം ആദ്മി പാർട്ടി വരുമ്പോൾ എല്ലാവരും പറഞ്ഞു ഇന്ത്യയിൽ ഒരു വലിയ തരംഗമായി ആം ആദ്മി പാർട്ടി മാറുമെന്ന്. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. കാരണം അതിന് ഒരു എല്ലായിടത്തേക്കും വ്യാപിക്കാനും എല്ലാവരിലും സ്വാധീനം ചെലുത്താനും ആ പാർട്ടി കഴിഞ്ഞു. ഇപ്പൊ ഈ ക്രോക്കോച്ച് പാർട്ടി വരുന്നു, ഈ മോദിയെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞു. പിന്നെ ആരെ കയറ്റും? ഇവരാണോ തീരുമാനിച്ച് കയറ്റുന്നത്? അഭിജിത് ദീപ്കയും കൂടെയുള്ള സംഘാംഗങ്ങളും പിന്നെ ഇവിടുത്തെ ഇടതുപക്ഷം കോൺഗ്രസ് എല്ലാം തീരുമാനിക്കും ആര് കയറണമെന്ന്. അങ്ങനെ കയറാൻ പറ്റുമോ ഇന്ത്യയിൽ? അപ്പം അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല. ഭരണം അങ്ങനെ ഈ അങ്ങനെ അട്ടിമറി എന്നല്ല പറയുന്നത്. അങ്ങനത്തെ ഒരു അട്ടിമറിയോ കലാപത്തിലൂടെ പിടിച്ചെടുക്കലോ നടക്കത്തില്ല. അതിനാണ് ഇവർ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരും മറ്റുള്ളവരും പറയുന്നത് പാർലമെന്റിൽ പ്രശ്നം ഉണ്ടാക്കണം. അപ്പോ ഈ ഒരിക്കൽ പോലും നമുക്ക് അത് വരത്തില്ല. ജനാധിപത്യ രീതിയിൽ കൂടെ തന്നെ വരത്തുള്ളൂ. അപ്പോൾ അതിനെ തകിടം മറിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇവർ പറയുന്നതാണ്, ഇവരിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് ഞാൻ ഉദാഹരണം അതുകൊണ്ട് തന്നെയാണ് നേപ്പാളും ബംഗ്ലാദേശും എടുത്തു പറഞ്ഞത്. ജൻസി കലാപത്തിലൂടെ അവിടെ എന്ത് മാറ്റം സംഭവിച്ചു? ഇവിടെ കിടന്ന് ഒരുപാട് പേര് തുള്ളിയില്ലേ? നേപ്പാള് കണ്ടോ? ശ്രീലങ്കയിൽ നടന്ന ജൻസി കലാപം എന്ത് കണ്ടു? ഇതേ പട്ടിണിയും പരിപാടിയായിട്ട് കിടക്കുന്നു, പെട്രോളിന് ക്യൂ നിൽക്കുന്നു, വലിയൊരു തുകയായി പെട്രോളിന്. ബംഗ്ലാദേശ് പിച്ചച്ചട്ടിയായിട്ട് ഇറങ്ങി നടക്കുന്നു, എവിടെ നിന്ന് 10 പൈസ കിട്ടുമെന്ന് വെച്ചിട്ട്. പിന്നെ ഉള്ള ബംഗ്ലാദേശിൽ ഇന്ത്യയിൽ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നു. നേപ്പാളിന്റെ അവസ്ഥ എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള കലാപങ്ങൾ മൂലം ഒരു രാജ്യത്തെ തകർക്കുക, തങ്ങൾക്ക് അഴിഞ്ഞാടാൻ ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇന്ത്യയിൽ അത് വിജയിക്കില്ല, ഒരിക്കലും വിജയിക്കില്ല. അപ്പം കാരണം ഇവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണ് വിജയിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു പേഴ്സണലായിട്ട് ഇതൊരു ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിനകത്ത് ഈ പങ്കെടുക്കുന്ന കോൺഗ്രസ് പാർട്ടി ആത്മാർത്ഥതയോടാണോ പങ്കെടുക്കുന്നത്? കാരണം അവർക്ക് നന്നായി അറിയാം നാളെ അവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്തെ കലാപം ഇവിടെ ഉണ്ടാകും. വലിയ യൂത്ത് പ്രശ്നമായിട്ട് ഇറങ്ങും. ചിലപ്പോൾ ഒരു 6 മാസം ഭരിക്കാൻ പറ്റിയേക്കും, അല്ലേ? അതാണ് ഈ സിസ്റ്റം. അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എന്താണ്, അവര് വരാതിരിക്കാൻ പറ്റില്ല. പ്രതിപക്ഷ പാർട്ടിയല്ലേ, പ്രശ്നം നടക്കുമ്പോൾ വന്നേ പറ്റൂ. വന്നു കഴിഞ്ഞിട്ട് അവർക്കത് പങ്കെടുത്തേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവര് ആത്മാർത്ഥമായിട്ട് പാർട്ടികളെ പിന്തുണയ്ക്കുകയൊന്നുമല്ല. ഇതാണ് ഇതിൽ നടക്കുന്നത്. ഇതിന്റെ റിയാലിറ്റി ഇതാണ്. ഒരുപക്ഷെ ഇത് പാകിസ്ഥാനിൽ വിജയിച്ചേക്കാം,
പക്ഷെ പാകിസ്ഥാനിൽ ഈ കലാപത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സർക്കാർ നിൽക്കില്ല. പാകിസ്ഥാനിൽ പട്ടാളം ഭരണം എത്ര വട്ടം പിടിച്ചിട്ടുണ്ട്, എന്നിട്ട് അവർക്ക് കണ്ടിന്യൂസ് ഭരിക്കാൻ പറ്റിയോ? ഇല്ല. നേപ്പാളിൽ ജൻസി അധികാരത്തിലേറ്റിയ പ്രധാനമന്ത്രിയാണ് ഇപ്പൊ ധനുഷ് വന്നണക്ക് അവിടെ കിടന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ബംഗ്ലാദേശില് കലാപം നടത്തി യൂനസിനെ അധികാരത്തിൽ ഏറ്റിയ വിദ്യാർത്ഥി പ്രസ്ഥാനം അവർ പാർട്ടി രൂപീകരിച്ച് ഈ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ട് എന്ത് കിട്ടി? അവർ ഭരണത്തിൽ വന്നോ? ഇല്ല. ഇതാണ് ജനാധിപത്യം. ജനാധിപത്യത്തിന്റെ ഒരു കരുത്തുണ്ട്. അത് കരുത്ത് കാണാതെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഞഞ്ഞാ പറഞ്ഞിട്ട് കാര്യമില്ല. പറയാൻ പറ്റും ഒരു രസത്തിന് വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോഴത്തെ ആഘോഷത്തിന്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ധനുഷ്, ഈ കഴിഞ്ഞ 12 വർഷമായിട്ട് മഴ കാത്ത് കഴിയുന്ന വേഴാമ്പലിനെ പോലെയായിരുന്നു ജമാഅത്ത് ഇസ്ലാമി, ഇടതുപക്ഷങ്ങൾ, കോൺഗ്രസ്, പിന്നെ എല്ലാവരും. അപ്പൊ ഒരു തുള്ളി മഴ ഇങ്ങനെ പൊടിച്ചു. അപ്പൊ എന്ത് പറ്റി? ഇവർക്കൊരു വല്ലാത്ത ആഹ്ലാദം വന്നു. എന്താണ് നമ്മൾ പറയുന്നില്ല, മഴയത്ത് മണ്ണിര ഒന്ന് തടിക്കുമ്പോ അത് മലമ്പാമ്പാണെന്ന് ധരിക്കും. അവിടെയാണ് പ്രശ്നം. മലമ്പാമ്പ്, വലിയ മലമ്പാമ്പുണ്ടല്ലോ, അതാണെന്ന് ധരിക്കും. അങ്ങനെ ഇവരൊന്ന് ധരിച്ചതാ. കുറച്ചു ദിവസം ധരിച്ചോട്ടെ, അവരൊന്ന് ആനന്ദിച്ചോട്ടെ, അവരൊന്ന് സന്തോഷിച്ചോട്ടെ. മനുഷ്യനല്ലേടാ, ഇത്ര നാൾ എങ്ങനെ സഹിക്കും? ഒന്നും പറയാനും പ്രതികരിക്കാനും വയ്യാതെ എന്നും പരദൂഷണവും കുത്തിത്തിരിപ്പുമായിട്ട് മടുക്കില്ലേ? പലപ്പോഴൊക്കെ അവരും ചിരിക്കണ്ടേ, അവരും സന്തോഷിക്കണ്ടേ? ഞാൻ അത്രേ കാണുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് എല്ലാവിധം നമ്മൾ പാത ഒരുക്കി കൊടുക്കണം. അവർക്ക് സന്തോഷിക്കാനുള്ള, അവരെ പ്രോത്സാഹിപ്പിക്കുക, സന്തോഷിക്കട്ടെ. അധികം നാളൊന്നും ഇല്ല, എനിക്ക് തോന്നുന്നു ഒരു 1.5 ആഴ്ച കഴിയുമ്പോൾ പതുക്കെ കരച്ചിൽ തുടങ്ങുന്നവരെ FCRA ബില്ലൊക്കെ വന്നു കഴിയുമ്പോൾ.